അച്ഛൻ്റെ സഞ്ചയനം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടുമുറ്റത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയത് ജീവിച്ച കാലത്ത് അച്ഛൻ ചെയ്ത മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ജീവിതകാലത്ത് അച്ഛനിലൂടെ ഉണ്ടായ കടഭാരത്തിൻ്റെ കണക്ക് നിരത്താൻ വേണ്ടി മാത്രമായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുച്ഛത്തോടെ കാരണവരായ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതാണോ എല്ലാവരും പറയുന്ന ഈ കൃഷ്ണക്കുറുപ്പ്? കേട്ടുനിന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഉള്ളിൽ വലിയ ഒരു പൊള്ളലോടെ തൻ്റെ അമ്മയുടെ ദയനീയമായ മുഖത്തേക്ക് സൂക്ഷിച്ചു. ഇല്ല, തൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും ഇനി ഇങ്ങനൊരു ഗതികേട് ഈ കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല. ആ ബാലൻ നിശ്ചയദാർഢ്യത്തോടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് അടിയുറച്ച ഒരു തീരുമാനമെടുത്തു. അത് മറ്റാരും ആയിരുന്നില്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ കടഭാരങ്ങളുടെ കണക്ക് കേട്ടിട്ട് കുടുംബത്തിലുണ്ടായിരുന്നവർ പോലും അദ്ദേഹത്തെ പുച്ഛിക്കുന്നത് കണ്ടപ്പോൾ നൊമ്പരത്തോടെ ഒരു മകനെടുത്ത തീരുമാനമാണ് മലയാളക്കര മുഴുവൻ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട മലയാളികളുടെ കവിയാക്കി ONV കുറുപ്പിനെ മാറ്റിത്തീർത്തത്. സ്നേഹമുള്ളവരെ, റോസാ ചെടിയെക്കുറിച്ച് നമുക്കറിയാം. അതിൽ റോസാപ്പൂക്കളേക്കാൾ കൂടുതലുള്ളത് മുള്ളുകളല്ലേ? എന്നിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും റോസാ ചെടിയെ മുൾച്ചെടി എന്ന് വിളിക്കാറുണ്ടോ? റോസാ പുഷ്പത്തേക്കാൾ റോസാ ചെടിയിൽ മുള്ളുകളാണ് ഉള്ളതെങ്കിലും റോസാ പുഷ്പം പകർന്നു നൽകുന്ന പരിമളം ആ മുള്ളിനെ പോലും അതിജീവിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് നിറയെ മുള്ളുകളുള്ള റോസാ ചെടിയെ ആരും മുൾച്ചെടി എന്ന് പറയാതെ റോസാ ചെടി എന്ന് തന്നെ പറയും. ജീവിതത്തിൻ്റെ മോശപ്പെട്ട അനുഭവങ്ങളെ മനോഹരമായ അനുഭവങ്ങൾ ആക്കിത്തീർക്കാൻ ആവും മനസ്സ് വെച്ചാൽ മതി. അനുഗ്രഹീതമായ നോമ്പ് കാലം ആരുടെയും ആക്ഷേപത്തിന് മുൻപിൽ തളരാനും തകരാനും ഉള്ളതല്ല. ആക്ഷേപങ്ങളെ, പരിഹാസങ്ങളെ അതിജീവിച്ച് അനുഗ്രഹീതമായി ജീവിക്കാനുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.